ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പൊതു സെൻസസിന്റെ ഭാഗമായി അതിനൊപ്പം തന്നെ ജാതി സെൻസസും എടുക്കും എന്നതാണ്. പ്രത്യേകമായിട്ടുള്ള നിലവിലെ സെൻസസിന്റെ ഭാഗമായി തന്നെ ജാതി കണക്കെടുപ്പും ഉണ്ടാകുമെന്നതാണ്. അത് പ്രതിപക്ഷ സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ സെൻസസുകൾ നടത്തിയ പക്ഷെ അതൊക്കെ അശാസ്ത്രീയമായ നിലയിൽ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഇപ്പോഴെന്തായാലും പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടപ്പാക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചതെങ്കിൽ മന്ത്രിസഭാ യോഗത്തിനൊടുവിൽ വരുന്നത് പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസും നടപ്പാക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു എന്നുള്ള വിവരങ്ങളാണ്. അശാസ്ത്രീയ സർവേകൾ നടത്തിയെന്നാണ് പ്രതിപക്ഷത്തിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു വിമർശനം. പല സംസ്ഥാനങ്ങളിലും ഇത്തരം ജാതി സർവേകൾ നടത്തി. പക്ഷേ കേന്ദ്രം പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ് അറിയിക്കുന്നത്. പി ബസന്ത്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പലപ്പോഴും ആവശ്യപ്പെട്ട വിവരങ്ങളായിരുന്നു. അതിൽ വലിയ തർക്കങ്ങളും ഒക്കെ ഉണ്ടായതാണ് BJPയുടെ ഭാഗത്ത് നിന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്കും ഇത് ഭാവിയിലെ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ ഇട? ദിവിഷ, സ്വാഭാവികമായിട്ടും BJP സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ വോട്ട് ബാങ്ക് പണ്ട് BJPയെക്കുറിച്ച് കേട്ടിരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം പാർട്ടി എന്ന് പറഞ്ഞിരുന്നത് BJPയുടെ വോട്ട് ബാങ്ക് വലിയ തോതിൽ വികസിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ്. പിന്നാക്ക വിഭാഗങ്ങളിലേക്കും പട്ടിക വിഭാഗങ്ങളിലേക്കും തന്നെ BJPയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ആവശ്യം ഉയരുന്ന ഒരു ഘട്ടത്തിൽ അതിനെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ BJPക്ക് അത് തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതായത് ജാതി എന്ന് പറയുന്ന ഉപയോഗിച്ചിട്ട് ഹിന്ദു സമൂഹത്തെ പിളർത്താൻ നോക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തെ പൊതുവിൽ തന്നെ വിഭജിക്കാനുള്ള നീക്കമാണെന്നൊക്കെ പറയാമെങ്കിലും വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഉന്നയിച്ച നിരവധി വിഷയങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൽ എത്ര പിന്നാക്കക്കാരുണ്ട്, കേന്ദ്ര സർക്കാരിലെ തൊഴിലുകളിൽ എത്ര പിന്നാക്കക്കാരുണ്ട്, ജുഡീഷ്യറിയിൽ എത്ര പിന്നാക്കക്കാരുണ്ട്, ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്കിടയിൽ എത്ര പിന്നാക്കക്കാരുണ്ട്, പട്ടിക വിഭാഗക്കാരുണ്ട്, നമുക്ക് അതിൻ്റെ കണക്കെടുക്കാമെന്ന് പറയുമ്പോൾ ഒരു വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം കാണാതിരിക്കാൻ BJPക്ക് കഴിയില്ല എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലവും ഈ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലടക്കം കാസ്റ്റ് സെൻസസിനെ കുറിച്ചും ജാതി സെൻസസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ പൂർണ്ണമായും കളിയാക്കുകയും തള്ളിപ്പറഞ്ഞിരുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കാസ്റ്റ് സെൻസസ് എന്നുള്ള ഒരു സംവിധാന കാര്യത്തിലേക്ക് വരുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു പൂർണ്ണമായി എന്ന് പറയുന്നു. പക്ഷേ അത് പ്രത്യേകം നടത്തേണ്ടതില്ല. മറ്റൊരു രാജ്യത്താകമാനം നടക്കാൻ പോകുന്ന സെൻസസിൻ്റെ ഭാഗമായി ഞങ്ങളത് എടുക്കും എന്ന് പറയുന്നു. അവിടെ ഒരു ആവശ്യത്തെ അംഗീകരിക്കുന്ന ഒരു ഘട്ടം വരുന്നത്. പക്ഷേ സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആ സെൻസസ് മാറ്റിവെച്ചിരിക്കുകയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട നടപടികൾ വന്നതോടുകൂടി, അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട ലോക്ക്ഡൗണും മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ച് ആ കണക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി എപ്പോഴാണ് ആ സെൻസസ് എന്നുള്ളത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. വലിയ വിഷയങ്ങൾ വരുന്നുണ്ട്. മണ്ഡല പുനർവിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ കണക്കെടുക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നു. BJP വലിയൊരു തെരഞ്ഞെടുപ്പിനെ ഈ നവംബറിൽ നേരിടാൻ പോകുന്നത് ബീഹാറിലാണ്. അവിടെ ജാതി ഒരു വലിയ ഘടകമാണ്. അവിടെ ഒരു ജാതി സെൻസസ് നടന്നിട്ടുണ്ട്, ജാതി കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. ആ കണക്ക് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ പുറത്തു വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ